തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ശ്രീ കെ ഗിരീഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗിരീഷേട്ടാ, മുമ്പൊന്നും നമ്മൾ ഫേസ് ചെയ്യാത്തൊരു ദുരന്തത്തെയാണ് ഇപ്പോൾ നമ്മൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തീവ്ര ദുഃഖത്തിലാണെന്ന് പറയാം. എങ്കിലും ഈ പൂരം ഒരു ആചാരപരമായി നടത്തിയേ തീരും അല്ലേ? അതായത് നമ്മൾ കൊടി കയറിയിലോ, കൊടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടാണ്, ദേശക്കാരെല്ലാവരും കൂടിയിട്ടാണ് ഭഗവതിയുടെ നടക്കൽ കൊടിയേറ്റുന്നത്. അതിൽ താന്ത്രിക ചടങ്ങുകളൊന്നുമില്ല, ദേശക്കാരുടെ ആഘോഷപൂർവ്വമുള്ള കൊടിയേറ്റാണ്. അപ്പോൾ കൊടി ഇറങ്ങുന്നത് ഈ പൂരത്തിന് ശേഷം 27-ാം തീയതി വൈകിട്ട് ഉത്രം വിളക്ക് എന്ന് പറയും. ആ ഉത്രം വിളക്കോട് കൂടിയിട്ടാണ് കൊടി ഇറങ്ങുന്നത്. അപ്പോൾ ഈ കൊടി കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും കൊടി ഇറങ്ങുന്ന സമയത്തും ഉണ്ടാവണം എന്നാണ് ഒരു അലിഖിത നിയമം. ആ നിയമം നമുക്ക് പാലിക്കേണ്ടതായിട്ട് വരും. കൊടി ഇറങ്ങുന്നത് ഉത്രം വിളക്കോട് കൂടിയിട്ടാണ് കൊടി ഇറങ്ങുന്നത്. അപ്പോൾ അതുവരെയുള്ള എല്ലാ ചടങ്ങുകളും നമുക്ക് പൂർത്തീകരിക്കേണ്ടി വരും. അപ്പോൾ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ഇപ്പോൾ വെടിക്കെട്ട് അപകടം ഉണ്ടായി. ഞങ്ങളുടെ 5 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. തീവ്ര ദുഃഖമുണ്ട്. പക്ഷെ നമ്മളെ എന്താ പറയുക, സജ്ജനങ്ങളും അതേപോലെ സർക്കാരും എല്ലാവരുമായി സംസാരിച്ചപ്പോൾ ഇവിടെ വികാരമല്ല കാണിക്കേണ്ടത്, വിവേകമാണ് കാണിക്കേണ്ടത്. അതാത് സമയത്ത് ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്നുള്ളൊരിതിൻ്റെ അടിയിലാണ് നമ്മൾ പാറമേക്കാവും അതേപോലെ തന്നെ ഘടകപൂരങ്ങളും സർക്കാരും എല്ലാമായി സംസാരിച്ച് അവരുടെ എല്ലാം അഭിപ്രായങ്ങളോട് നമ്മൾ യോജിക്കുകയാണ് ചെയ്യുന്നത്. ആ യോജിക്കുന്നതിൽ നമുക്ക് കുറച്ച് വിഷമങ്ങളുണ്ട്, എന്നാലും നമ്മളതിന് യോജിച്ചേ പറ്റും. പല ഘടകങ്ങളുണ്ട്. അത് മറ്റ് സാമ്പത്തിക ഘടകങ്ങൾ, ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ തീരുമാനം മാത്രം അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെയും കൂടി എല്ലാം നമ്മൾ വിവേകത്തോടുകൂടി പറയുന്ന ആ വാക്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. ഇതിൽ ഈ ചടങ്ങുകൾ ആചാരങ്ങളൊന്നും കുറയ്ക്കാൻ കഴിയുന്നതല്ല. ആനയുടെ എണ്ണം മുതൽ ചക്രം തമ്പുരാൻ നിഷ്കർഷിച്ച പോലെ തന്നെയല്ലേ നടത്തേണ്ടി വരിക? എല്ലാം അങ്ങനെ തന്നെ നടത്താൻ പറ്റുള്ളൂ. എന്താ വെച്ചാൽ ഘടകപൂരങ്ങൾക്ക് നമ്മൾ ആനകളെയും ആനച്ചമയവും മറ്റുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അത് ഇത്രയും ഈ 230 വർഷമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊന്നും ഒരു കുറവ് വരുത്താൻ പറ്റില്ല. അപ്പോൾ ഏതായാലും എല്ലാം ഘടകപൂരങ്ങൾക്ക് അവരുടെ പൂരമാണ് ഏറ്റവും വലുത് എന്ന് അവിടുത്തെ ആ ദേശക്കാർ പറയും. എന്നാൽ തിരുവമ്പാടിക്കാർ അവരുടെ പൂരമാണ് ഏറ്റവും വലുതെന്ന് പറയും. പാറമേക്കാവുകാർ അവരുടെ പൂരമാണ് ഏറ്റവും വലുതെന്ന് പറയും. ഇതെല്ലാം കൂടിയതാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. ആ പൂരത്തിൻ്റെ ആ പ്രൗഢിയും ആ പ്രശസ്തിയും കുറയ്ക്കാൻ ഒട്ടും പാടില്ല. ഇതെല്ലാം കൂടി എങ്ങനെയാണ് ക്രോഡീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വത്തിന് ആലോചിക്കുമ്പോൾ എവിടെയും എത്തുന്നില്ല. തൃശങ്കു സ്വർഗത്തിലാണ്. ഞങ്ങളുടെ കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്താണ് ഈ അപകടമുണ്ടായത്. ഞങ്ങളുടെ ലൈസൻസിക്കാണ് അപകടമുണ്ടായത്. ഞങ്ങളുടെ പ്രമിസസിലല്ലെങ്കിലും അയാൾ പല വെടിക്കെട്ടുകളും അങ്ങോട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ അതിൽ പെട്ടു. അവർ ആ സമയത്ത് ഇതിൻ്റെ ഒരു സൂപ്പർവിഷന് വേണ്ടി പോയതാണ്. അപ്പോൾ അവരതിൽ പെട്ടു. പക്ഷേ എന്താണ് ഉണ്ടായത്, എന്താണ് അവിടെ നടന്നതെന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല. ഈ ചൂട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ചൂടാണെന്നാണ്. ചൂട് കാരണമാണ് ആ സമയത്ത് എല്ലാ അപകടങ്ങളും നോക്കിയാലും ഈ 3:30, 3-3:30, 4 ഇടയിലാണ് മറ്റുള്ള അപകടങ്ങളൊക്കെ വെടിക്കെട്ടിൻ്റെയൊക്കെ കണ്ടിരിക്കണേ. അപ്പോൾ അത് ചൂട് തന്നെയായിരിക്കും കാരണം എന്നാണ് തോന്നുന്നത്. ഈ വെടിക്കെട്ട് ഒഴിവാക്കുക എന്നുള്ളത് എല്ലാവരും ധാരണയിലായത് തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും ഘട്ടത്തിൽ വെടിക്കെട്ട് നടത്തുന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചകളുണ്ടായപ്പോൾ വിഷമം തോന്നിയോ? അല്ല, അതിപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പൂരം അവർക്ക് വലുത് എന്നുള്ള കാഴ്ചപ്പാടായിരിക്കും. അതൊരു എന്താ പറയുക, ഒരു മൊത്തത്തിലുള്ള ഒരു ജനപ്രതിനിധികൾക്കൊക്കെയാണ് ഇത്തരത്തിലൊരു ചിന്തിക്കാൻ പറ്റുള്ളൂ, എങ്ങനെ എല്ലാം കൂടി കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അത് അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള വ്യത്യാസമായിരിക്കും. എന്നാലും എല്ലാവരും ഒരേ സ്വരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, വെടിക്കെട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നമ്മൾ തിരുവമ്പാടിയുടെ വക എന്തെങ്കിലും സഹായങ്ങൾ തീരുമാനിച്ചു? അതിൽ തീർച്ചയായിട്ടും അതിൽ പിന്നെ ചർച്ചയില്ല. അത് തിരുവമ്പാടിയുടെ സാമ്പത്തിക സ്ഥിതിയും തിരുവമ്പാടി തട്ടകത്തുള്ള എല്ലാവരുമായി ആലോചിച്ച് തിരുവമ്പാടിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും എന്താ പറയുക, അതിൻ്റെ പരിധിയില്ലാത്ത വിധത്തിൽ അത് ചെയ്യും. അതിന് ഗവൺമെൻറ്റും കല്യാൺ സ്വാമിയും യൂസഫ് അലിക്കായും അതേപോലെ തന്നെ മറ്റ് പല സംഘടനകളും എല്ലാവരും ഇതിൽ ഒപ്പം കൈകോർക്കുന്നുണ്ട്. ഇല്ല, തീരുമാനിക്കാൻ ഞങ്ങൾ പൂരം കഴിഞ്ഞിട്ടൊരു വിപുലമായൊരു മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അതൊക്കെ ഒന്ന് കണക്കിലെടുത്ത്, അതാണ് ഇപ്പോൾ ഈ പൂരത്തിൻ്റെ ഈ പ്രശ്നത്തിലേക്ക് വരണേ. ഈ സാമ്പത്തികം എല്ലാത്തിനും ഒരു വലിയൊരു
ഘടകമാണ്. അതെ അതെ അതെ, പൂരത്തിനോടനുബന്ധിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് തൃശ്ശൂരും തൃശ്ശൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും അതിന് വരുന്ന കച്ചവടക്കാരുടെയും ബലൂൺ കച്ചവടക്കാരൻ തൊട്ട് എല്ലാ തുണിക്കച്ചവടം വരെയുള്ള എല്ലാ കാര്യങ്ങളും ധാരാളം ആൾക്കാർ തൃശ്ശൂരിലേക്ക് വരുന്നു. അപ്പോൾ പലതരം ഹോട്ടലുകൾ, പല ബിസിനസ്സും തൃശ്ശൂരിനെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പം അതെല്ലാം മാനിച്ചുകൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങളിൽ ഇങ്ങനെ വരുന്നത്. സാമ്പത്തികമായുള്ള നട്ടൽ തന്നെ ഈ പൂരമാണ് അല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തിക വർഷത്തിൽ ഈ 8 ദിവസം വലിയൊരു ആഘോഷമാണല്ലോ. അതിനോടനുബന്ധിച്ച് വിദേശങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തൃശ്ശൂരിലെ ജനിച്ചു വളർന്നിട്ടുള്ള എല്ലാവരും അവിടെ തൃശ്ശൂരിലേക്ക് വീണ്ടും എത്തും. അത് അവരൊരു ബ്ലഡിലുള്ളൊരു വികാരമാണ്. ആ വികാരം തീർക്കാൻ അവർ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാകുമ്പോൾ അതെങ്ങനെ ബാലൻസ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മളെ കുറേ ആൾക്കാർ ഇങ്ങനെ ടെലിഫോൺ ചെയ്ത്, കുറേ ആൾക്കാർ ചീത്ത പറയും, കുറേ ആൾക്കാർ നല്ലത് പറയും. ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും മുന്നോട്ട് പോകാൻ പ്രതിസന്ധിയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷേ നമ്മുടെ ഇതിന് മുന്നേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലൈസൻസിന് അത് നമ്മുടെ പൂരപ്പറമ്പിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ആ പൂര ദിവസം സാമ്പിൾ ദിവസമാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ പാറമേക്കാവിൽ അവരുടെ പ്രമിസസിൽ വെച്ചാണ്, ഈ പൂരപ്പറമ്പിലല്ലെങ്കിൽ അവരുടെ ഷെഡിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് അത് 2006 പാറമേക്കാവിൻ്റെ അപകടം ഉണ്ടായത്. 2016 പുറ്റിങ്കലുണ്ടായത്. 2026 ഇപ്പോൾ നമ്മുടെ ഈ അപകടം ഉണ്ടായത്. അപ്പോൾ ഈ 6 എന്തോ ഒരു ദോഷമുണ്ടതുകൊണ്ട് വിശ്വാസികൾ പറയുന്നത് ചിലപ്പോൾ നെയ്മല ഇടിഞ്ഞാൽ, അങ്ങനെ എനിക്ക് കേട്ടറിവ് മാത്രമാണ് അങ്ങനെയുള്ള, അതേപോലെ പൂരത്തിൻ്റെ രാശിയിൽ പ്രശ്നം അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി? ഇപ്പം നെയ്മല ഇടിഞ്ഞത് ഇപ്പം ഇന്നലെയാണ് ഞാനും ദൃശ്യമാധ്യമത്തിൽ കൂടെ അറിയണേ. ആരും അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടില്ല. ഉണ്ടെങ്കിൽ നമ്മളതിപ്പോൾ അതിന് പ്രതിവിധി ചെയ്യും. നമ്മളെ കൊടിയേറ്റ ദിവസം ഇതിൻ്റെ ആചാരപരമായി ഒരു ആശാരി കുടുംബത്തിലെ ഒരു വിശ്വകർമാവാണ് അതിനെ മിനുക്കി അതിൻ്റെ ആദ്യത്തെ പൂജകളൊക്കെ ചെയ്യുക. ആ ആശാരി ഇതിൽ പറഞ്ഞു അതിലൊരു മീനം രാശിയാണ്, അല്ല മിഥുനം രാശിയാണെന്നോ മീനം രാശിയാണെന്നോ പറഞ്ഞു. അപ്പോൾ അതിലൊരു ചെറിയൊരു ദോഷം കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുള്ള പരിഹാരം അദ്ദേഹം ശിവന് തിലകം ചാർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പൂങ്കുന്നത്തും അതേപോലെ തന്നെ കോട്ടപ്പുറം ശിവക്ഷേത്രത്തിലും അശോകേശ്വരം ശിവക്ഷേത്രത്തിലും ആ തിലകച്ചാർത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പൂര ദിവസങ്ങളിലാണ് നമ്മളിതൊക്കെ പ്രതീക്ഷിക്കണുള്ളൂ. എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന പൂര ദിവസങ്ങളോടനുബന്ധിച്ചാണ്. ഇതിപ്പോൾ അതിന് മുന്നേ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത്ര ഗൗരവത്തിലെടുത്തില്ല. അതൊരു വലിയൊരു എന്താണെങ്കിലും ഈ ഒരു ദുഃഖത്തിൽ കൂടെ നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. അതെ, ഇപ്പം നമ്മൾ അവരുടെ മൃതദേഹം വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അവരാണ് ഇതിലിപ്പോൾ ഒരു ഞങ്ങളുടെ മനസ്സിലെന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെടിക്കെട്ടിനെയും പൂരത്തെയും ആഘോഷപൂർവ്വം സന്തോഷപൂർവ്വം കൊണ്ട് നടക്കുന്ന 5 ആളാണ് അവർ. അവർക്ക് നമ്മൾ പൂരം നിർത്തിയാൽ അവരുടെ മനസ്സ് ദുഃഖിക്കുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ ഒരു വിഭാഗം പറയുന്നത് അവർക്ക് പൂരം നടത്തണതാണ് ഗിരിയേട്ട സന്തോഷമാവുക, പൂരം നിർത്തി വെക്കണതല്ല സന്തോഷമാവുക. അവരുടെ മനസ്സ് പൂരാണ്, ആ വെടിക്കെട്ടും. പക്ഷെ നമ്മളൊരു നാടിൻ്റെ ഒരു ബാലൻസിങ് വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തണത്. വ്യക്തിപരമായ തീരുമാനങ്ങളല്ലോ, ഇത് കൂട്ടായ തീരുമാനം. നമ്മൾ ആഘോഷ കമ്മിറ്റി കൂടി, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റി കൂടി, അതേപോലെ സർക്കാർ തലത്തിലും ജില്ലാ തലത്തിലും എല്ലാ തലത്തിലും വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അതാണ്, വികാരപരമായല്ല വിവേകപരമായിട്ടാണ് തീരുമാനങ്ങൾ എടുക്കണമെന്ന നിർദ്ദേശം. അതുതന്നെയാണ് ഇവിടെയും താല്പര്യമില്ലെങ്കിൽ പോലും പലതിനും ചെയ്യുവാൻ നിർബന്ധിതരാകുന്ന സാഹചര്യം തീർത്തിരിക്കുന്നതെന്നാണ് ശ്രീ ഗിരീഷ് വ്യക്തമാക്കുന്നത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.